ആശാവർക്കർമാരുമായുള്ള എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ ചർച്ച തിരുവനന്തപുരത്ത് പൂർത്തിയായി. സമരം തുടരുമെന്ന് SUC നേതൃത്വം നൽകുന്ന ആശാപ്രവർത്തകർ അറിയിച്ചു. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, ചർച്ച പൂർത്തിയായി, പല കാര്യങ്ങളിലും ധാരണ ആയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ അവരുടെ നിരാഹാര സമരം തുടരാനാണ് തീരുമാനം, അല്ലേ? തീർച്ചയായും സിജു, അത് തന്നെയാണ്. ഇത്തരത്തിൽ ചർച്ച പരാജയം എന്നതാണ് ആശാ വർക്കർമാർ SUCയുടെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ അറിയിച്ചിട്ടുള്ളത്. ചർച്ചയിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാർ ഈ മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റമാണ് ചർച്ചയിൽ പ്രധാനമായും ഉണ്ടായത്. അതായത് ഓണറേറിയം നൽകുന്നതിനും അതിനൊപ്പം തന്നെ ഇൻസെന്റീവ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം സർക്കാർ ഇറക്കിയിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായും ഇന്ന് നടത്തിയിട്ടുള്ളത്. NHM ഡയറക്ടറിന്റെ അധ്യക്ഷതയിൽ നടത്തിയിട്ടുള്ളത്. ഈ ചർച്ച തങ്ങൾക്ക് തൃപ്തികരമല്ല എന്നതാണ് വർക്കർമാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സമരം നാളെ മുതൽ നടത്തും, നിരാഹാര സമരത്തിലേക്ക് അടക്കം പോകുമെന്നുള്ളൊരു കാര്യമാണ് ഈ മാധ്യമങ്ങളോട് ഈ ആശാ വർക്കർമാർ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ചർച്ച പ്രധാനമായും ഇത്തരത്തിൽ പിൻവലിക്കണം, അതായത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രമാണ് ഇനി എന്തെങ്കിലും നടപടി എടുക്കേണ്ടതെന്ന് കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. അതിനുശേഷവും ഇത്തരത്തിൽ സമരവുമായി ഒരു വിഭാഗം ആശമാർ, SUCയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആശമാർ സമരത്തിന് പോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന് NHM ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ ചർച്ചയിലും പ്രധാനമായും പറഞ്ഞത് ഇതാണ്: സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ്. ഇതിൽ ചെയ്യാൻ കഴിയുന്നത് ഇതാണ്, അതായത് ഈ മാനദണ്ഡങ്ങൾ, അതായത് ഇൻസെന്റീവ് നൽകുന്നതിനും അതോടൊപ്പം തന്നെ ഓണറേറിയം നൽകുന്നതിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചതിലൊന്നും തൃപ്തരല്ല ഈ സമരം ചെയ്യുന്ന ആശമാർ, അല്ലേ? തീർച്ചയായും സിജു, അത് തന്നെയാണ്. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഇത്തരത്തിൽ ചർച്ച നടത്തി ഇതിൽ മാറ്റം വരുത്തുമെന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആശമാർക്ക് ഉണ്ടായത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് CIT അടക്കമുള്ള വിഭാഗങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SUCയുടെ നേതൃത്വത്തിലുള്ള ചില വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം ആശമാർ ഇത്തരത്തിൽ സെക്രട്ടറിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചയിലും ഉണ്ടായത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ ഓണറേറിയത്തിനും അതിനൊപ്പം തന്നെ ഇൻസെന്റീവിനും വരുത്തിയ മാറ്റങ്ങൾ, മാനദണ്ഡങ്ങളിലെ മാറ്റങ്ങൾ, അതിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് SUCയുടെ. ശരി, സുലേഖയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.